കാശിയിൽ നല്ല മഴ. ഭഗവാൻ കാശിക്ക് പോയി. അക്രൂരൻ ഭയന്ന് വിറച്ച് ഭഗവാനെ ശരണം പ്രാപിച്ചു. അക്രൂരൻ പറഞ്ഞു, ഭഗവാനെ, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, ഞാൻ അവിടുത്തെ ഏഷണി കൂട്ടിയൊന്നും അല്ല, ശതധന്വാവ് വിഡ്ഢിയായ ശതധന്വാവ് അങ്ങനെയൊക്കെ കാണിച്ചതാണ്. ഭഗവാൻ പറഞ്ഞു, സാരില്ല, നീ എന്തിനാ നാട് വിട്ട് പോയത്, തിരികെ വരാൻ പറഞ്ഞു. അങ്ങനെ ആ അക്രൂരൻ തന്നെ ആ മണി കയ്യിൽ വെച്ചോളാൻ പറഞ്ഞു. അവസാനം അക്രൂരൻ എന്ത് ചെയ്തു? ഇതാണല്ലോ ഈ നാശത്തിന് മുഴുവൻ കാരണമായതെന്നുള്ള ഭയം കൊണ്ട് അക്രൂരൻ എന്ത് ചെയ്തു? ആ മണി കടലിലേക്ക് എറിഞ്ഞ് കളഞ്ഞ് ആ കഥ അവസാനിപ്പിച്ചു എന്നാണ് നമ്മൾ ഭാഗവത ശാസ്ത്രത്തിൽ കാണുക. അപ്പൊ ഈ കഥ എന്തിനാ പറഞ്ഞെന്ന് ചോദിച്ചാൽ, അനർഹമായതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഗുണം ചെയ്യില്ല എന്നുള്ള തത്വത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കഴിഞ്ഞിട്ടാണ് ശ്രീരാമാവിന്റെ കഥ വരുന്നത്. അനർഹമായ ഒരു വസ്തു, ധനം അനർഹമായത് എടുത്തപ്പോൾ ഒരാൾക്ക് ഉണ്ടായ അപകടം പറഞ്ഞിട്ട് അനർഹമായതൊന്നും എടുക്കാത്ത ഒരാളുടെ കഥ പറയുകയാണ്. അതാണ് ഇനി നമ്മളിവിടെ പാരായണം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഭഗവാനെ തന്നെ മനസ്സിൽ ധ്യാനിച്ച് ആ ഭാഗം നമ്മളിപ്പോൾ പാരായണം ചെയ്യുകയാണ്. അപ്പോൾ ശ്രീരാമാവ് നമ്മുടെ യജ്ഞശാലയിൽ ഇവിടെ എത്തിച്ചേരും. അപ്പോൾ എല്ലാവരും ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിക്കുക. ആ ഭാഗത്തെ നമുക്ക് പാരായണം ചെയ്ത് അദ്ദേഹത്തെ സ്വീകരിച്ച് ഇനി ഈ ഭഗവാന്റെ മുൻപിലേക്ക് അദ്ദേഹം കടന്നു വരുന്ന സമയത്ത് എല്ലാവരും ചേർന്ന് സ്വീകരിച്ച് നമുക്ക് ഭഗവത് ആരാധന ഇവിടെ നടത്താമെന്നാണ് വിചാരിക്കുക. അപ്പം എല്ലാവരും നാമം ജപിച്ചോളൂ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ രാമ വാസുദേവായ. വിപ്രകുലോത്തമേ, നീ ചൊന്ന വാക്കുകൾ സുപ്രിയമൊക്കെയും യോഗ്യമതൃടെ മധ്യത്തിൽ ആഗ്രഹമില്ലെനിക്കെങ്കിലും വ്യർത്ഥമാക്കിയിടാതെ നിങ്ങളുടെ വാക്കിനു വേണ്ടി ഞാൻ നാളീകലോചന അഞ്ചികെ രണ്ടില്ല പോയി വീണ്ടു വന്നിടുവനിക. പാരം സുഹൃത്താമകല ജഗൽപതി നാരായണം ചെന്നു കാണുന്ന നേരത്തു വല്ലതെന്നാലും പുരാബന്ധു വാത്സല്യം ഉല്ലസിപ്പാനെന്നു കാഴ്ച വയ്ക്കേണ്ടയോ ആയതിൽ നിന്നു നീ പ്രാപ്തം നൽകുകയെ. ആയതുകൊണ്ടു ഞാൻ കല്യാണി പോകുവൻ യുദ്ധം രമണന്റെ വാക്ക് വീട്ടന്നീതം സത്വരം 4 ഗൃഹേ ചെന്ന് യാചിച്ചു പത്നിയും. അപ്പോഴേ 4 ഗൃഹസ്ഥരം പത്നിക്കു 4 പിടി നല്ല പെണ്ണൽകിനാർ. അപ്പോൾ അതുമൊരു ഭിന്നവസനത്തിൽ ഉൽപ്പലാക്ഷി പത്നി കെട്ടിക്കിഴിയാക്കി ചിത്തമോദേന മുകുന്ദർ നൽകുവാൻ ഭർത്താവ് തന്നുടെ കയ്യിൽ നൽകിയിടിനാൽ സത്വരമായതും കൈക്കൊണ്ട് വിപ്രലം ചിത്തമോദേന പോകും വിധോ ചിന്തിച്ച ചെന്താമരാക്ഷന്റെ ദർശനമിന്നുമേ ചിന്തിക്കിലെങ്ങു സാധിക്കും അസംശയം എന്നിവ ചിന്തിച്ചു മോദിച്ചു ചെന്നു കുചേലനും മാധവ മന്ദിരം സ്വർണമയം മനോബോധവാനം തേന കണ്ടുകണ്ടങ്ങനെ ചെന്നു കടന്നിതു ഗോപുരം. പിന്നെയും ഉന്നതവാരണ പന്തി ഗൃഹം, നല്ല മതിലുകൾ, നല്ല ദ്വാരങ്ങളും നല്ല മണികൾ, ഗൃഹങ്ങൾ പല കണ്ടു ചെന്നു കുചേലനൊരു ഗൃഹം പൊക്കിതു മന്ദിര വന്നത് രുക്മിണി തന്നോടെ. അപ്പോൾ മുകുന്ദനും വിപ്രവര്യൻ തന്നെ ഉൾപ്രേമമോട് കണ്ടേറ്റം സസംഭ്രമം വേഗേന ചെന്നു പ്രിയ സഖൻ തന്നെയും ആഗമാകാർത്ഥൻ പുണർന്നു വഴി പോലെ. പണിയും കൈക്കൊണ്ടു നിന്നു മുകുന്ദനും പ്രാണപ്രിയ സഖസംഗേന രോമാഞ്ചാൽ പ്രാണിപതി ബാഷ്പബിന്ദുക്കൾ വർഷിച്ചു നിന്നിതപ്പോൾ വിപ്രവരിനം മാധവ സംഗേന ശുദ്ധനായി
മോദിച്ചു നിന്നിതു. ഓം നമോ ഭഗവതേ വാസുദേവായ. 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 പിന്നെ മുകുന്ദനും വിപ്രേന്ദ്ര പാദങ്ങൾ നന്നായി കഴുകി പിന്നെ മുകുന്ദനും വിപ്രേന്ദ്ര പാദങ്ങൾ നന്നായി കഴുകി. ഹരേ രാമ രാമ രാമ. എല്ലാവരും നാമം ജപിച്ചോളൂ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. സർവപാപാപഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ. പിന്നെയും ആരണേന്ദ്രന്റെ ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ. സുരദ്രുമ പുഷ്പങ്ങൾ നന്നായി അണിയിച്ചു. ദിവ്യാംഗരാഗവും പിന്നെ വിരവോട് പൂജിച്ചു. നാമം ജപിച്ചോളൂ. നാമം ജപിക്കാനാണ് അതൊക്കെ നടത്തുക. വെറുതെ ഇരുന്നിട്ട് എന്താ അവർക്ക് നാമം ജപിക്കും. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ വിരവോട് കൃഷ്ണ. പൂജിച്ചു മാധവൻ. ഹരേ രാമ 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 ഹരേ ഹരേ. രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അന്നേരമത്ര വൈദർഭി മുതലായ നാരിമാർ ആലവട്ടങ്ങൾ വീടിനാർ. വിപ്രപ്രവരൻ ഇവനതി നിസ്ത്രപരത്രയും മാലിന്യശാല കറുത്തവനംഗം മെലിഞ്ഞു മലിനാംബരൻ ഇവൻ തന്നിൽ അഖിലേശന് ബഹുവാത്സല്യം ഇന്ന് വരുവതിന് എന്തൊരു കാരണം. നന്നു നന്നത്രയും ഓർത്താൽ വിചിത്രമാം. ഓർത്താൽ അഖില ഗുണമന്ദിരൻ വിപ്രൻ ആർത്തി വിനാശനൻ തന്നുടെ കാരുണ്യം പേർത്തും ഇവങ്കൽ വസിക്കുന്നത് മൂലം എത്രയും ഭാഗ്യവാന്മാരിൽ അഗ്രേസരസ്. ഇത്തരം നാരികൾ മന്ദം പറയുമ്പോൾ ഉത്തമ വിപ്രന്റെ പാണി പിടിച്ചിട്ടുമല്ലാതിത്താനും കുശലം വിചാരിച്ചു നല്ലൊരു പോറോട് പിന്നെയും ചോദിച്ചു. എത്രയും ബുദ്ധിമാനത്തമ ഭൂസുര സത്തമനാമേ സഖാവ ഭവാനിക ഇഷ്ടാതിരൂപയായിടുന്ന പത്നിയെ ഇഷ്ടികാര്യാർത്ഥമായി വീട്ടിതോ ചൊയ്കടോ നിഷ്കാമ കർമ്മങ്ങൾ ചെയ്തു വാഴുന്നിതോ. നിഷ്കൽമഷനാം സഖേ തവ മാനസേ ഭാര്യ സുത ധന സംസാരം എന്നതിൽ കാര്യമോഹം ഭവാനില്ലെന്ന് മുന്നമേ ഞാൻ അറിഞ്ഞത്രേ ഇരിക്കുന്നിതെങ്കിലും ലൗകികമായുള്ള കർമ്മങ്ങൾ ഓരോന്ന് ലോകോപകാരമായി ചെയ്യുകയും വേണമേ. ബ്രഹ്മചര്യം പൂണ്ട് നാം ഗുരുഭക്തനെ ബ്രഹ്മസൗഖ്യത്തോട് തുല്യം വസിച്ച നാൾ തമ്മിൽ കഴിഞ്ഞ വൃത്താന്തങ്ങളൊക്കെയും നിർമ്മല നിന്നുള്ളിലുണ്ടോ പറഞ്ഞിതോ. സദ്ഗുരു പത്നിതൻ വാക്കിനാൽ നാം ചെന്നു സത്വരം കാടകം വെപ്പു വിറകിനായി. അപ്പോൾ
നിശീതിനി കാലവും വർഷവും കൽപ്പോട് വന്നു വനാന്തരെ പിന്തുനാം വന്നു നിശീതിനി കാറ്റും മഴയുമായി നിന്നു കുളിരും പുറത്തു വലഞ്ഞേക്കും പിന്നെ കരങ്ങളും തമ്മിൽ പിടിപെട്ടു ഭിന്നമായി ധൈര്യവും വിട്ടുറങ്ങിയിടാതെ അപ്പോൾ വനജനജാതികളാൽ നമുക്ക് ഉൽപ്പന്നമായ ഭയത്തെ മറന്നിതോ പിന്നെ പുലർത്ത സമയം ഗുരുവരൻ തന്നെ കാരുണ്യമോട് നമ്മെ തിരഞ്ഞെത്തി പിടിച്ചു പുണർന്നത് ഓർത്തു കാണുക അന്ന് ഗുരു അരുൾ ചെയ്തു നിങ്ങൾക്ക് ഇന്ന് വന്ന സമസ്ത ഗുണങ്ങൾ എന്നുള്ളതും നാനാ ഗുണകീർത്തി വിദ്യ സമസ്തവും നന്നായി പരിപൂർണമായി വരുമെന്നതും ഇത്തരം മോദന സദ്ഗുരു നമ്മോടും എത്രയും ഏറ്റവും ആശിസ് നൽകിയില്ലയോ ഇന്ന് ഓരോന്നും നാം അന്ന് കളിച്ചത് നന്നായി മറന്നിതോ തോന്നുന്നിതോ സഖേ സദ്ഗുരു തന്നോട് കാരുണ്യമുണ്ടെങ്കിൽ സദ്ഗുണമൊക്കെ വന്നു കൂടുന്നതാണ് ഇത്തരം മാധവ വാക്യങ്ങൾ കേൾക്കയാൽ ഉത്തമ ഭൂസുരൻ മെല്ലവേ ചൊല്ലിനാൻ നാനാ നിഗമ സകല കലാവിദ്യ നാദബിന്ദുക്കൾ സമസ്താത്മകൻ ഭവാൻ നാനാചരാചര ലോകത്തിനൊക്കെയും സ്ഥാനമാനേക്കും പരമഗുരു ഭവാൻ സാന്ദീപനികേ വിദ്യ പഠിപ്പതിനൊന്നിച്ചു വന്നത് അത്ഭുതം എത്രയും യുദ്ധം കുചേലൻ ജഗൽപതി തന്നോടും ഉത്തരം ചൊന്നതു കേട്ടു മോദത്തോടും അച്യുതൻ വിപ്രേന്ദ്രനോടിതം ചൊന്നാൻ നിശ്ചര സദ്ഗുണവാരിതേ നീക പോരുന്ന നേരം നമുക്കു നൽകിയിടുവാൻ ചാരുവാം പ്രാഭുതം കൊണ്ടിങ്ങു പോതിരുവോ ആയതു നൽകുക നീ ഇപ്പോഴേ ആയതുമൂലം ഏറ്റവും ഗുണമായി വരും മദ്ഭക്തരായവർ നൽകുന്നതൊക്കെയും അപ്പോഴേ ഞാൻ ഭുജിച്ചിടും അറിയണം നല്ല ഫലം ജലം നല്ല കുസുമങ്ങൾ നല്ല സദ്ഭക്തരായുള്ളവർ നൽകുക നല്ലവണ്ണം ഇഷ്ടമായി വരും ഇങ്ങടോ അല്ലാതെ ഭക്തിഹീനന്മാർ ത്രിലോകാദി സത്വരം നൽകിലും മോദിക്കയില്ല ഞാൻ ഇത്തരം വാക്കുകൾ കേട്ടു വിപ്രന്തത ഉത്തമനാകും മുകുന്ദന് തന്നോട് പക്ഷേ ഒളിച്ചു വച്ചിടും പാരായണം ചെയ്യുന്നത് ഭഗവാൻ ശ്രീരാമാവിൻ്റെ ആ കയ്യിൽ നിന്ന് താൻ സമർപ്പിക്കാനായിട്ട് കൊണ്ടുവന്ന അവൽ ബലമായി സ്വീകരിക്കുകയും ധർമാർത്ഥകാമ മോക്ഷങ്ങളാണ് ആ അവൽ കിഴിയെന്ന് പറയുന്നത്. അത് ധർമാചരണം ചെയ്തു വന്ന ശ്രീരാമാവിന് അർത്ഥകാമവും മോക്ഷവും കൊടുക്കാനായിട്ട് ഭഗവാൻ വേണ്ടതുപോലെ ആ ശ്രീരാമാവിനെ അനുഗ്രഹിക്കുന്നതായിട്ടുള്ള ഭാഗമാണ് ഇനി പാരായണം ചെയ്യുക. എല്ലാവരും ആ സമയത്ത് നാമം ജപിച്ചുകൊണ്ട് ഇവകളോടുകൂടി ആ ഭാഗത്തെ അനുസ്മരിക്കും. ഉത്തമരാകുന്നു തന്നെ പക്ഷേ ഒളിച്ചു വച്ചിടും പൃഥുകത്തെ തൽക്ഷണം നാണിച്ചു നൽകാൻ ചിന്തിച്ചു ചിത്തത്തിനാശീലവനെങ്കിലും തൽപക്തികളുടെ വാക്കിനാൽ അർത്ഥത്തിനിപ്പോൾ ഇവിടെ വരികളുണ്ടെന്നു ഞാൻ ദേവകൾക്കും ലഭിയാതെ വനങ്ങളെ കേവലം ഭക്തവിപ്രന്നു നൽകിയിടുവൻ യുദ്ധം വിചാരിച്ചു മാധവൻ വിപ്രനോടുത്തവനാണ് കിഴി എന്തിതിലെന്നും ചോദിച്ചു ഭാണ്ഡം പിടിച്ചഴിക്കും വിധവും മോദിച്ചു മാധവൻ ോട് പറഞ്ഞു നറുനേരം ഇന്നും മതി മതി വിപ്രോക്തവനെന്റെ എന്നും സുരന്മാർക്ക് പോലും അസാധ്യമായ ഐശ്വര്യം ഭവിച്ചവനെന്റെ ഈശ നീ ഭക്ഷിച്ചത് കൊണ്ട് മോക്ഷവും വന്നിരിവൻ ഇത് പോരും എന്നോതിനാൽ പിന്നെ വിപ്രേന്ദ്രനെ പൂജിച്ചു മാധവൻ തന്നുടെ മെത്തമീലത്ര ശയിപ്പിച്ചു. സമയത്ത് നമസ്കരിക്കാനായിട്ടുള്ള അവസരം ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഇനി അവൽക്കിഴി അവൽപ്പറ എന്നിവ സമർപ്പിക്കാനും ഉള്ള സമയം കൂടിയാണ്. എല്ലാവരും നാമം ജപിച്ചുകൊണ്ട് അദ്ദേഹത്തെ യാത്ര ചെയ്യും. പാദ ശുശ്രൂഷയും ചെയ്തു വന്ദിച്ചതു മോഹന സൽക്കഥ ചൊല്ലിന് വെച്ചിതു അങ്ങനെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ 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 ഹരേ ഹരേ
ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ രാമ രാമ. ചേച്ചിനെ കണ്ട അനിയത്തിനെ കണ്ടി ഇപ്പോഴാണ് നമസ്കരിക്കാവുന്നതാണ്. അവർക്ക് സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് രസീതാക്കി സമർപ്പിച്ച് തുടങ്ങാവുന്നതും